ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തെർമോക്കോൾ ബോൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള തെർമോക്കോൾ ബോൾസ് എടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ബോട്ടിലാട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഇതുപോലെ തണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനിത് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഗ്രീൻ കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടിയിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 തണ്ടുകളെ ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ തണ്ടുകളുടെ ചുറ്റുമായിട്ട് നമുക്ക് തെർമോക്കോളിൻ്റെ ബോൾസുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫെവിക്കോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ റൗണ്ട് ഫുള്ള് നമുക്ക് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ഫില്ല് ചെയ്യാം. ഇതിപ്പം ഇടയ്ക്ക് വൈറ്റ് കളറിലെ തെർമോക്കോൾ ബോൾസും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കളർ കോമ്പിനേഷൻസ് ഏതാണേലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ബോൾസുകൾ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ നമ്മുടെ ആ ഫ്ലവേഴ്സിനൊക്കെ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഫുള്ളൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആയിരിക്കും ഭംഗി. കാരണം ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തെർമോക്കോൾ ബോൾസ് അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 ഫ്ലവർ മാത്രമായിട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾസ് ഒരുപാടുണ്ടെങ്കിൽ കുറേ ഫ്ലവേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസുകൾ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വലിയ വലുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ അകത്തെ പോർഷൻ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വെളിയിലത്തെ പോർഷൻ ഒട്ടിച്ചു കൊടുത്താലും മതി. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നാലും അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ഉള്ളൂ ഭംഗി അറിയത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഔട്ടർ ലെയർ ഫുള്ള് തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സെറ്റ് തെർമോക്കോൾ ബോൾസുകൾ ഫുൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ പെയിൻറ്റ് അടിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളറുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഇതായതുകൊണ്ട് ഇത് എടുക്കണമെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ നമ്മുടെ ഓറഞ്ച് കളറിന് പകരം യെല്ലോ കളറൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിങ്ക് കളർ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം കളറടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ വീഡിയോ പെട്ടെന്ന് എടുക്കേണ്ടത് കൊണ്ട് ഇത് പെട്ടെന്നൊന്ന് അടിച്ച് കാണിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ഡാർക്കായിട്ടൊന്നും അടിക്കണ്ട, ലൈറ്റായിട്ട് തന്നെ അടിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ബോൾസിൻ്റെ ഗ്രീൻ കളറും വൈറ്റ് കളറും ഒക്കെ കാണുന്നത് കുഴപ്പമൊന്നുമില്ല. അതോടെയൊക്കെ അങ്ങനെ ഒരുപാട് കവറായി പോയാൽ ഒരു ഭംഗി കാണില്ല. അപ്പോൾ നമ്മൾ താഴെ ഒട്ടിച്ചു കൊടുത്താൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി
മേളിത്തത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് താഴെ അടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കിന് താഴത്തെ ഭാഗം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. അപ്പോൾ മേളിൽ ഞാൻ ലൈറ്റ് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ ലൈറ്റായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്കാണ്. സെയിം ഹൈഡ്രേഞ്ചിയ ഫ്ലവേഴ്സ് പോലെ തന്നെ തോന്നും. അതുപോലെ നിങ്ങൾക്കിത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടാണെങ്കിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബബിൾ റാപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ബോട്ടിലാട്ടും ക്രാഫ്റ്റും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ താഴത്തെ പോർഷനിൽ ഓറഞ്ച് കളർ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ലീഫുകൾ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ വൈറ്റ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ലീഫിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ആകൃതിയിൽ കളേഴ്സ് അടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തണ്ടുകളുടെ അറ്റത്തേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പരത്തി ഒട്ടിച്ചു കൊടുക്കണ്ട. നമ്മുടെ ഒരു 3D ബോട്ടിലായതുകൊണ്ട് തന്നെ അവിടെ ഇവിടേക്കായിട്ട് ചെറുതായിട്ട് പശ തേച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ചൊന്ന് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. വാർണിഷൊക്കെ അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.